നിന്നെക്കുറിച്ചല്ലാതെ മറ്റാരെ പറ്റിയാ അമ്മയ്ക്ക് ആലോചിക്കാനുള്ളത്? ഞാൻ നല്ല കുഞ്ഞല്ലേ അമ്മേ? പറയമ്മേ, ഞാൻ നല്ല കുഞ്ഞല്ലേ? ആയിരുന്നു. ഇപ്പൊ അല്ല. ഇപ്പൊ നീ ചീത്ത കുഞ്ഞാ. അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? ദിവസവും എത്ര പരാതികളാ നിന്നെപ്പറ്റി കേട്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് വേദന ഉണ്ടാവില്ലേ? അമ്മ നിന്നെ വേണ്ടുപോലെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യുന്നുണ്ട്. നീ തിരിച്ചു തരുന്നതെന്താ? മനോവിഷമം മാത്രം. ഇത് ശരിയാണോ കണ്ണാ? കണ്ണാ, നിന്റെ അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നത് ആരാ? ചോദിച്ചത് കേട്ടില്ലേ? നിന്റെ അമ്മയുടെ പാല് കുടിക്കുന്നത് ആരാന്ന്? ഞാൻ കണ്ണൻ. അല്ലാതെ പൈക്കിടാവ് വന്ന അമ്മയുടെ പാല് കുടിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. പൈക്കിടാവിന് കുടിക്കാൻ പശുവിന്റെ പാലുണ്ടല്ലോ. ആ പാലല്ലേ തൊഴുത്തിൽ ചെന്ന് നീ ഊറ്റി കുടിച്ചത്? പൈക്കിടാവിന് വിശക്കില്ലേ? അത് നിന്നെ ശപിക്കില്ലേ കണ്ണാ? എന്നാ പിന്നെ അമ്മ പശുവിന്റെ പാല് കറന്നെടുക്കുന്നതോ? പൈക്കിടാവ് അമ്മയെ ശപിക്കൂലേ? പിന്നെന്തൊക്കെയാ അമ്മേ പരാതി? പാല് കുടിക്കാൻ വേണ്ടി കലങ്ങളും മറ്റും നീ എറിഞ്ഞു പൊട്ടിച്ചില്ലേ? നീ പൊട്ടിച്ച മൺകലങ്ങൾക്ക് പകരം ഇവിടെ നോട്ട് കലങ്ങൾ കൊടുക്കേണ്ടി വന്നു. അറിയാമോ? ദേ ഇങ്ങോട്ട് നോക്ക്. സത്യം പറയണം. അമ്മ പുറത്തു പോകുമ്പോ നീ ഇവിടുന്നും വെണ്ണയും പാലും മോഷ്ടിക്കാറില്ലേ? ഞാൻ മോഷ്ടിക്കൂല, സത്യം. അമ്മേ, പാലും വെണ്ണയൊക്കെ മോട്ടിച്ചു തിന്നുന്നതേ പൂച്ചക്കുട്ടികളാ, കള്ള പൂച്ചകള്. ഓ അങ്ങനെയാണോ? ആ, ഇന്നലെ അമ്മ കുളിച്ചാൻ പോയപ്പോ ഞാൻ കേറി വെണ്ണയും പാലും ഒക്കെ നോക്കി. അതെന്തിനാ? അടച്ചു വെച്ചിട്ടുണ്ടോന്ന് നോക്കിയതാ. വെണ്ണയും പാലും ഒന്നും ഞാൻ കുടിച്ചില്ല. ഒരല്പം വെണ്ണയെടുത്ത് നീ തിന്നില്ലേ കണ്ണാ? തിന്നു, ഒരു കിണ്ണോളം വെണ്ണ. ഇനി ഞാൻ വെണ്ണ കെട്ട് തിന്നൂല അമ്മേ. കക്കുന്നത് പാപമാ. സത്യം? സത്യം. എന്റെ മോൻ നല്ല കുട്ടിയാ. ശീലഗുണമുള്ള കണ്ണൻ എന്നെല്ലാരെ കൊണ്ടും പറയിക്കണം കേട്ടോ? കണ്ണാ, നീ ഉറങ്ങിയില്ലേ മോനെ? അനിയൻ വരാതെ എങ്ങനെ ഏട്ടൻ ഉറങ്ങുന്നത്? വാടാ, പോയി കിടക്കാം. എനിക്ക് ഉറക്കം വരുന്നു. ഏട്ടാ, എനിക്ക് അമ്പിളിമാമനെ പിടിച്ചേരോ? പറ്റില്ല, അതങ്ങ് ദൂരെ നിൽക്ക. അമ്പിളിയമ്മാവനെ പിടിച്ചു തരാൻ ആർക്കും കഴിയില്ല. ആർക്കും? ആർക്കും. എന്നാ ഞാൻ പിടിക്കുന്ന ഏട്ടൻ നോക്കിക്കോ. അമ്പിളിയമ്മാവാ, ഇറങ്ങി വാ. ഈ കയ്യിലേക്ക് ഇറങ്ങി വായോ.